ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് നമ്മൾ കളിയാക്കുന്നത് പോലെയൊക്കെ സംഭവിക്കുകയാണ്. ഇങ്ങനെ കുറേശ്ശെയൊക്കെ പോകാതെ ത്രിപുരയിൽ ചെയ്തതുപോലെ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ മാറ്റുന്നതല്ലേ നല്ലത്? എളുപ്പമുണ്ടല്ലോ. ത്രിപുരയിൽ ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടി ഓഫീസായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ BJP ഓഫീസായി. മറിമായം എന്നല്ലാതെ പിന്നെ എന്തു പറയാൻ? അന്നതാ സംഭവിച്ചത്. ഓഫീസിന് മുന്നിൽ തൂക്കിയിരുന്ന കോൺഗ്രസിൻ്റെ ബോർഡിന് പകരം BJP ഓഫീസ് എന്നാക്കി പുതിയ ബോർഡ് വെച്ചു. ആദ്യം 10 MLA-മാരെ കോൺഗ്രസിൽ നിന്നും വലിയ വില കൊടുത്താണ് BJP വാങ്ങിയത്. പിന്നീട് പാർട്ടി ഓഫീസുകളും നേതാക്കന്മാരെയും വാങ്ങി. ഒടുവിൽ ബൂത്ത് കമ്മിറ്റി വരെ ഒരു ഒഴുക്കായിരുന്നു BJP-യിലേക്ക്. അതുപോലെ ഇവിടെയും ചെയ്തൂടെ? പലപ്പോഴായി പോകുന്നതിന് പകരം കൂട്ടത്തോടെ പോയാൽ BJP-ക്കും ജോലി കുറഞ്ഞേനെ. ഓരോരുത്തരെയും സ്വീകരിക്കാൻ യോഗം ചേരണ്ടല്ലോ. മൊത്തമായി വന്നാൽ ഒറ്റ യോഗം കൊണ്ട് എല്ലാവരെയും സ്വീകരിക്കാമായിരുന്നു. ഇപ്പോൾ എന്താ ഇതൊക്കെ പറയുന്നത് എന്താണെന്നാണ് നിങ്ങളുടെ സംശയം അല്ലേ? വയനാട് DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. DCC ജനറൽ സെക്രട്ടറി ആയ തനിക്ക് പോലും കാണാൻ കിട്ടാത്ത ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്നും അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുമാണ് സുധാകരൻ മാധ്യമങ്ങൾ പ്രവർത്തകരോട് ചോദിച്ചത്. 5 വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ച രാഹുലിന് ഇനിയും അവസരം കൊടുത്താൽ വയനാട് നശിച്ചു പോകുമത്രേ. അമേഠിയിൽ മത്സരിക്കില്ലെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പ് നൽകാൻ രാഹുൽ തയ്യാറുണ്ടോ? നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിട്ടാണ് താൻ BJP-യിൽ ചേരുന്നത്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പാർട്ടിയാണ് BJP. നരേന്ദ്രമോദിയുടെ വികസനം വയനാട്ടിലും എത്താൻ K. സുരേന്ദ്രൻ വിജയിക്കണം. സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ പോരാടും. BJP സംസ്ഥാന അധ്യക്ഷനെ വയനാട്ടുകാർ വിജയിപ്പിച്ചാൽ അതിൻ്റെ നേട്ടം വയനാടിനായിരിക്കുമെന്നുമാണ് PM സുധാകരൻ പറയുന്നത്. സുധാകരൻ മാത്രമല്ല, കോൺഗ്രസ്സുകാരായ റിട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശശികുമാരും സിവിൽ എഞ്ചിനീയർ പ്രജീഷും സുധാകരനൊപ്പം BJP-യിൽ ചേർന്നു. ഇതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ ശകലമായി പോകാതെ കൂട്ടമായി ഒത്തുപോകാൻ. പിന്നെ PM സുധാകരനോട് ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ BJP-യിൽ പോകാനുള്ള കാരണം രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കാണാൻ ഇല്ലാത്തത് കൊണ്ടാണത്രേ. താങ്കൾ പറഞ്ഞത് DCC ജനറൽ സെക്രട്ടറിയായ തനിക്ക് പോലും കാണാൻ കിട്ടാത്ത ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്നും അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ താങ്കൾ ജനിക്കാതെ പോയത് ഭാഗ്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ട് പോകുന്നതല്ലാതെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാനേ അദ്ദേഹം മണ്ഡലത്തിൽ പോവുകയുള്ളൂ. അതുകൊണ്ട് അവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ പായും വിരിച്ച് കിടക്കാമെന്നും DCC ഭാരവാഹികളുടെ തോളിൽ കൈയിട്ട് നടന്നോളാമെന്നും തട്ടുകടയിൽ നിന്ന് ദോശയും വടയും ഒക്കെ വാങ്ങിച്ചു തന്നോളാമെന്നും നേരത്തെ അച്ചാരം വല്ലതും വെച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നോ? രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കാര്യങ്ങളിൽ ഇടപെടാനും കാര്യങ്ങൾ നടത്താനും ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിൽ സ്റ്റാഫുകളുണ്ട്. നാണമില്ലല്ലോ രാഹുൽ ഗാന്ധിയെ കാണാത്തത് കൊണ്ട് BJP-യിൽ പോവുകയാണെന്ന് പറയാൻ. തന്നെയൊക്കെ DCC ഭാരവാഹികളാക്കിയ ഗ്രൂപ്പ് മാനേജർമാരുണ്ടല്ലോ, അവന്മാരെ വേണം തല്ലാൻ. അല്ലാതെ താങ്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.